മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള ട്രിപ്പ് വളരെ ഫേമസ് ആയ ഒരു വൈറലായ ഒരു വീഡിയോ ആയിരുന്നു. എന്നാൽ അതേപോലെ തന്നെയാണ് ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള യാത്രയും അത്ര മോശമൊന്നുമല്ല. ഒരുപാട് കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയാണ്. ഊട്ടിയിലേക്ക് വന്ന് ഇറങ്ങിയ ഉടനെ ഫസ്റ്റ് പോകാമെന്ന് കരുതിയത് കർണാടക ഗാർഡനിലേക്കാണ്. എല്ലാവരും ബൊട്ടാണിക്കൽ ഗാർഡൻ തിരഞ്ഞെടുക്കുമ്പോൾ കർണാടക ഗാർഡനാണ് അതിനേക്കാൾ ബെറ്റർ എന്ന് ഒരു സ്വദേശിയായ വ്യക്തി പറഞ്ഞിരുന്നു. എന്തായാലും ആദ്യം കാണുന്നത് സാധാരണ എല്ലാവരും പോകുന്ന ഊട്ടി ലേക്കാണ്. ഊട്ടി ലേക്കിൽ നമ്മൾ ഇറങ്ങാതെ തന്നെ നേരെ കർണാടക ഗാർഡനിലേക്ക് എത്തി. കർണാടക ഗാർഡനിലേക്ക് എത്തുമ്പോൾ തന്നെ അവിടെ വലിയ തിരക്കുകളൊന്നും കാണാനില്ല. കുറച്ച് വണ്ടികൾ, കേരള വണ്ടികളും ഉണ്ട്. കോളേജ്, സ്കൂൾ കുട്ടികളൊക്കെ ടൂർ വരുന്ന ഭാഗമാണ്, ഏരിയയാണ്. അതുകൊണ്ട് അവരുടേതായ 2 ബസ്സുകൾ, കേരള ബസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ് ഉള്ളത്. 50 രൂപയ്ക്ക് മുതലാകുന്ന ഒരു എൻട്രി തന്നെയാണ്. കാരണം ഒരുപാട് കാണാനുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡനേക്കാൾ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് ആസ്വദിക്കാനുള്ള ഒരു ഗാർഡൻ തന്നെയാണ്. ഈ കാണുന്നതാണ് എൻട്രൻസിലേക്ക് കയറുമ്പോഴുള്ള ഫസ്റ്റ് കവാടം വരുന്നത്. ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ബാക്ക് സൈഡിലേക്ക്, മുകളിലേക്ക് കയറി പോകാനും വഴിയുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് നടന്നു പോകാനും. താഴെയാണ് ഏറ്റവും കൂടുതൽ കാഴ്ചകൾ നമുക്കുള്ളത്. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി വരെ 49 കിലോമീറ്റർ ആയിരുന്നു. 50 രൂപയാണ് നമുക്ക് ചാർജ് ആയത്. ഇവിടെ പ്രവേശന ഫീസും 50 രൂപ. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഊട്ടി ടൗണിൽ എത്തിയതിന് ശേഷം പരമാവധി ഓട്ടോകളെ ഒഴിവാക്കുക. ബസ്സിലുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഓട്ടോയിലാണ് നമ്മൾ ആശ്രയിക്കാൻ സാധ്യതയുള്ളത്. ഓരോ ഏരിയയിലേക്കും ബസ്സുകളുണ്ട്. ആ ബസ് ഇങ്ങനെ ഏത് സമയത്താണ് പുറപ്പെടുന്നത് എന്ന് ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചാൽ അറിയാം. അങ്ങനെ ആ റൂട്ടിൽ പോകുന്ന ബസ്സുകളിൽ മാത്രം കയറിയിട്ട് ഓരോ ഏരിയയിൽ പോകാൻ ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഓട്ടോയ്ക്ക് നല്ല രൂപത്തിലുള്ള, പ്രത്യേകിച്ച് മലയാളികളാണെന്ന് കണ്ടാൽ ഇരട്ടിയും അതിൻ്റെ ഇരട്ടിയും ട്രിപ്പിൾ ഇരട്ടിയൊക്കെയാണ് അവർ വാങ്ങിക്കുന്നത്. അതുകൊണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഗാർഡൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. കുറച്ച് നല്ല നല്ല കാഴ്ചകൾ, കർണാടക ഗാർഡൻ്റെ പ്രത്യേകതകളും ഒക്കെ കാണാം. ഇത് മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കാനും കാറ്റ് കൊള്ളാനും, വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട. ഏത് സമയത്ത് ഊട്ടി വന്നാലും ഊട്ടിയിൽ വെയിലുണ്ടെങ്കിൽ തന്നെയും അതിനകത്ത് അടിക്കുന്ന കാറ്റിന് നല്ലൊരു തണുപ്പുണ്ട്. നല്ല സുന്ദരമായ തണുത്ത മന്ദമാരുതൻ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. നമുക്ക് എവിടെ വേണമെങ്കിലും വെയിലത്താണെങ്കിലും ഇരുന്നാൽ ആ വെയിലിൻ്റെ ചൂടറിയത്തില്ല. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇരിപ്പുണ്ട്. അവരൊക്കെ അവിടെ ഞാൻ അവിടെ കുറച്ച് നേരം കിടന്ന് വിശ്രമിക്കാം, റെസ്റ്റ് എടുക്കാം. അതേപോലെ തിരക്കില്ല, വളരെ തിരക്ക് കുറഞ്ഞ ഒരു ഗാർഡനാണ്. നമുക്കിഷ്ടം പോലെ കയറി നടന്ന് കണ്ട് ആസ്വദിച്ച് വരാൻ പറ്റുന്ന ഒരു ഗാർഡനാണ് കർണാടക ഗാർഡൻ. ഊട്ടിയുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ഫേൺ ഹിൽസിൻ്റെ സുന്ദര ഭൂപ്രകൃതിയിൽ വർണ്ണാഭമായ ഒരു പൂന്തോട്ടം. അതാണ് KHSG എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കർണാടക സിരി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ. നാൽപ്പത് ഏക്കർ വിസ്തൃതിയിൽ ഇറ്റാലിയൻ ഗാർഡനും, സങ്കൻ ഗാർഡനും, ടോപ്പിയറി ഗാർഡനും, ആംഫി തിയേറ്ററും ചെറു ജലാശയമെല്ലാമായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന KHSG എന്ന കർണാടക ഗാർഡൻ ഊട്ടിയിലെ 2ാമത്തെ ഏറ്റവും വലിയ ഗാർഡനായി മാറിയിരിക്കുകയാണ്. മൈസൂർ രാജവംശത്തിൻ്റെ കൈവശം വരുന്ന ഫേൺ ഹിൽസിൻ്റെ ഭൂമി 1964 അവർ കർണാടക ഗവൺമെൻറ്റിന് കൈമാറുന്നത്. കർണാടകയിലെ ഉരുളക്കിഴങ്ങ് കൃഷിക്ക് വിത്ത് നൽകിയിരുന്ന പദ്ധതി നടപ്പാക്കിയിരുന്ന ഇവിടെ ഒരു ദശകത്തിലധികം നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലാണ് കർണാടക ഹോർട്ടിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ ഒരു ഗാർഡൻ സജ്ജമാക്കിയത്. വർഷം 30 ലക്ഷത്തിലധികം സഞ്ചാരികളെത്തുന്ന ഊട്ടിക്ക് കർണാടകയുടെ സ്നേഹ സമ്മാനമാണ് ഈ ഗാർഡൻ.
ഒരിടത്ത് ഒരു ഡാം കൺസെപ്റ്റ്, അതിൽ നിന്നും ഒഴുകി വരുന്ന ജലം പോലെ പൂക്കൾ സംവിധാനിച്ചിരിക്കുന്നു. ശില്പങ്ങളും പൂക്കളും ചാരുതയേറിയ ഇറ്റാലിയൻ ഗാർഡൻ്റെ ദൃശ്യഭംഗി ആസ്വദിച്ച് ഒരുപാട് നേരം അവിടെ കറങ്ങി നിന്നു. ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിയുടെ ടൗൺ പ്രദേശത്തുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ കയറി തിക്കിലും തിരക്കിലും പെടാതെ ഏറ്റവും നല്ലത് ഇതേപോലെ അല്പം മാറിയിട്ടുള്ള ഡെസ്റ്റിനേഷൻസുകൾ തിരഞ്ഞെടുക്കലാണ് ഏറ്റവും നല്ലത്. ഒരുപാട് തിരക്കുകളൊന്നുമില്ലാതെ നമുക്ക് ഫാമിലിയായിട്ട് വന്നാൽ ഫാമിലിയായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന നല്ല രസകരമായ അനുഭവം സമ്മാനിക്കുന്നതാണ് ഇത്തരത്തിലുള്ള യാത്രകൾ. ഊട്ടിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കയറുന്ന മെയിൻ ഡെസ്റ്റിനേഷനാണ് ഊട്ടി ലേക്ക് ബൊട്ടാണിക്കൽ ഗാർഡൻ. അതൊക്കെ എന്നാൽ ഊട്ടി ലേക്കിൽ പ്രത്യേകമായിട്ടൊരു ആസ്വാദനമൊന്നും നമുക്ക് തോന്നാത്തത് കൊണ്ട് തന്നെ ഞാൻ അവിടെയൊന്നും കയറിയില്ല. ഊട്ടി ലേക്കിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കർണാടക ഗാർഡനിലേക്ക് വരുന്ന വഴി നമുക്ക് ഊട്ടി ലേക്കിൻ്റെ എൻട്രൻസും മറ്റു കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും. അവിടെ നിന്ന് ഏകദേശം 2-3 കിലോമീറ്റർ മാത്രമാണ് ഊട്ടി ടൗണിൽ നിന്ന് ബൊട്ടാണിക്കൽ ഗാർഡൻ അഥവാ ഈ ഒരു കർണാടക ഗാർഡനിലേക്കുള്ള ദൂരം. ഏകദേശം 2-3 കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റ് ആകർഷണീയമാണ് ഈ കാണുന്ന മീൻകുളം. ഒരുപാട് വ്യത്യസ്തമായ മീനുകളും അതേപോലെ ഈ കാണുന്ന തൂക്കുപാലവും. നല്ല ദൈർഘ്യമുള്ള തൂക്കുപാലമാണ്. അതിൻ്റെ താഴെയാണ് ആ മീൻകുളം ഉള്ളത്. അതുവഴി നടന്ന് നേരെ അപ്പുറത്തേക്ക് ചെന്നാൽ ആ കാണുന്ന പുൽത്തകിടിയിൽ കുറേ നേരം നമുക്ക് വിശ്രമിക്കാം. അങ്ങനെ കർണാടക ഗാർഡനിൽ കുറേ നേരം ചിലവഴിച്ച്
വൈകുന്നേരമായപ്പോൾ വീണ്ടും നേരെ ടിബറ്റൻ മാർക്കറ്റ്, വളരെ ഫേമസ് ആയ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ടിലുള്ള ടിബറ്റൻ മാർക്കറ്റിലേക്ക് എത്തി. കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഒരുപാട് കുട്ടികളും യാത്രക്കാരും ഒക്കെ ആയിട്ട് ടൂറിന് വരുന്ന ഒരുപാട് ആളുകൾ, സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ കാണാൻ കഴിഞ്ഞു. എന്തായാലും കർണാടക ഗാർഡനിൽ കയറിയത് കൊണ്ട് തന്നെ ബൊട്ടാണിക്കൽ ഗാർഡനിൽ തൽക്കാലം കയറുന്നില്ല. ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഫ്രണ്ട് വരെ വന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിച്ചു. അതിനുശേഷം നേരെ തിരിച്ച് വൈകുന്നേരമുള്ള 6 മണിക്കും 7 മണിക്കും 2 സമയങ്ങളിലായിട്ട് തിരുവനന്തപുരത്തേക്ക് പോകുന്ന സ്വിഫ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുണ്ട്. സ്വിഫ്റ്റിൻ്റെ ഡിലക്സ് ബസ്സാണ്. ആ ബസ്സിൽ ഏകദേശം 600 രൂപയിൽ പുറത്താണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. അതിൽ നേരെ ബുക്ക് ചെയ്ത് നേരെ തിരുവനന്തപുരത്തേക്ക് യാത്രയായി. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതേവരെ ഗുഡ് ബൈ.